നീ കണ്ട ഞാൻ നോക്കിയില്ല. വാ കാണിച്ചുതരാം. എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് അഹാനയ്ക്ക് മാറ്റണം. അതിനുവേണ്ടി കളിച്ച ഒരു പരിപാടി. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. ഒന്നുകൂടെ വെക്കാവേ. അപ്പച്ചി അവിടെ നിന്ന് ഉമ്മിയെ നോക്കൂ എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. എന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുള്ളൂ. എന്നാ അപ്പച്ചി അവിടെ ഇരുന്നേരെ ഇതിന്റെ ഇവനെന്തിനാ വേണ്ട, ജോലിക്കാരും നിക്കണ്ട എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഗൈസ്. എന്ത് വെറുപ്പീരായിരുന്നു അത്. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? എന്നിട്ട് അവരും അവരുടെ കുടുംബക്കാരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവം. നാളെ ഈ ചെറിയ മക്കൾ വളരുമ്പോ, അല്ല അവരുടെ മക്കൾ ഈ ഫോട്ടോ നോക്കിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ ഏത് വലിയച്ഛൻ ഏത് ചെറിയച്ഛൻ ഏതാന്ന് പറയാ. അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. അഹാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്നല്ലോ. അതെന്ത്? അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. മാനാഭിമാനമുള്ള ആരെങ്കിലും ഈ മാതിരി പരിപാടി കാണിക്കൂടെ? നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. വിളിച്ചു വരുത്തി കൊണ്ടുപോയിട്ട് അപമാനിച്ചു വിടുന്നതിന് തുല്യമല്ലേ? സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്.